ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2026 അവസാനത്തോടു കൂടി നമുക്ക് വരാൻ പോകുന്ന ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് PSC അല്ല നടത്തുന്നത്, കേരള ഹൈക്കോടതിയുടെ കീഴിൽ, അതായത് പെട്ടെന്ന് നിയമനങ്ങൾ വരുന്നതും ജോലിയിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 1 ഇയറിനുള്ളിൽ തന്നെ 1 to 2 ഇയറിന്റെ ഉള്ളിൽ തന്നെ ജോലിയിൽ കയറാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ജോലി അവസരമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയുടെ കീഴില് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് വരുന്നത്. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39,300 മുതൽ 83,000 രൂപ വരെ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു 50 ഒക്കെ പ്ലസ് ഒക്കെ ഇൻ ഹാൻഡിൽ കിട്ടാൻ പോകുന്ന മികച്ച ഒരു ജോലി അവസരമാണ് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നിലവിൽ ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നത് 2024 പരീക്ഷയെല്ലാം കഴിഞ്ഞ് 2025 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്ന മാർക്കുകൾ എത്രയാണ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്, മിനിമം മാർക്ക് എത്രയാന്നൊക്കെ ഉള്ളത് നമുക്ക് വരുമ്പോൾ അടുത്തത് ഡിസ്കസ് ചെയ്യാം. വരുന്നതല്ല, ഈ വീഡിയോ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പരീക്ഷ പോലെ തന്നെ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിന് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. PSC പോലെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇനി ഇതിന്റെ OBC കാർക്കാണെങ്കിൽ 3 വർഷവും SC ST ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ എന്തുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് 2024 25 6 വരുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇനി ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് കേട്ടോ. ഡിഗ്രിയിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് 50% മാർക്കെങ്കിലും എന്ത് വേണം, നിങ്ങൾക്ക് ഡിഗ്രിയിൽ വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് PGയോ അല്ലെങ്കിൽ ലോ ഡിഗ്രിയോ ആയാലും എന്താണ്, നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി BCom, BA, BSc നിങ്ങൾ ഏത് ഡിഗ്രി ആണെങ്കിലും എന്ത് ചെയ്യണം, ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾ അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇനി എങ്ങനെയാണ് പരീക്ഷയുടെ സെലക്ഷൻ? നമ്മൾ സാധാരണ ഒരു PSC ലെവൽ പോലെ അല്ലെങ്കിൽ PSC പരീക്ഷ പോലെയല്ല ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം വരുന്നത്. ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, മാറ്റങ്ങളുണ്ട്. അപ്പൊ നമ്മൾ PSCക്ക് പഠിക്കുന്ന പോലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ പറ്റുന്നതും, ഒരു PSC എക്സാമിന് പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതിനേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു SSC ലെവലിൽ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വേണം ഇതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. പക്ഷേ നിങ്ങൾ വിചാരിക്കും SSC ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യത്യാസം, PSCക്ക് നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ജനറൽ നോളജ് മൊത്തം കൂടി എത്ര മാർക്കേ വരുന്നുള്ളൂ, 40 മാർക്ക്. അപ്പൊ ഇത് ഓരോ ലെവലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ചോദ്യങ്ങളെ നമുക്ക് വരുന്നുള്ളൂ. അത് തന്നെ ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങി നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇതിൽ നമുക്ക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി വരുന്നുണ്ട്, അതുപോലെ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാം കൂടി ആകെ 40 മാർക്കേ വരുന്നുള്ളൂ. കൂടുതൽ ഇവിടെ നമുക്ക് ബേസിക്സ് ആൻഡ് റീസണിങ്സ്, മാത്സിന്റെ ബേസിക്സും റീസണിങ് കൂടി 10 മാർക്കാണ് വരുന്നത്. ഇനി കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ജനറൽ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ തന്നെ കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സിലബസ് ഡിസ്കഷനിൽ പറയാം. അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് വരുന്നത്. ഇനി പരീക്ഷ എങ്ങനെയാന്ന് നോക്കിക്കേ. നമുക്ക് ഫസ്റ്റ് ടിയർ വരുന്നത് എങ്ങനെയാണ്, ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. സാധാ PSC പോലെ ഒരു ചോദ്യം 4 ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അതിൽ ശരിയുത്തരത്തിന് ഓരോ മാർക്കും, അതുപോലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് 1.33 അല്ലെങ്കിൽ 1/4 മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. എക്സാം എത്രയാണ്, ടോട്ടൽ 75 മിനിറ്റ് ആണ് നമുക്ക് എക്സാം എഴുതി തീർക്കാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഇനി രാവിലെ ആ ഒരു എക്സാം കഴിഞ്ഞാൽ നമ്മൾ ഇനി കയറുന്നത് സെക്കൻഡ് ടയറിലേക്കാണ്. അപ്പോൾ സെക്കൻഡ് ടയറിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 60 മിനിറ്റ്സ് ആണ്. 60 മാർക്കിന്റെ എക്സാം ആയിരിക്കും. അതിൽ പ്രിസൈസസ് ഉണ്ട്, കോംപ്രിഹെൻഷൻസ് ഉണ്ടാകും, ഷോർട്ട് എസ്സേസ് ഉണ്ടാകും. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ടിയറിലേക്ക് പോകുമ്പോൾ അവിടെ ഇന്റർവ്യൂ ആണ് വരുന്നത്. 10 മാർക്കിന് ഇന്റർവ്യൂ ആണ്. അപ്പം മിനിമം മാർക്ക്, അതായത് റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് ഇറ്റ് വിൽ ബി 35% ഇൻ ദ ഇന്റർവ്യൂ. അതായത് നമ്മൾ 2025 റാങ്ക് ലിസ്റ്റിൻ്റെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് മാർക്ക് അതിൽ തന്നെ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയിരിക്കുന്നത്, ലാസ്റ്റ് വന്നിരിക്കുന്ന ആൾക്ക് 48.5 മാർക്കാണ് ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ളത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിൽ 60-ൽ 11 മാർക്കാണ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് 3.5 മാർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കിട്ടിയിരിക്കുന്നത്.
ഓക്കെ. ഏറ്റവും കുറവ്, അതായത് ലാസ്റ്റ് വന്നെന്നല്ല, ഈ ഒബ്ജക്റ്റീവ് എക്സാമിൽ തന്നെ നമ്മൾ മാർക്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ, റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയിരിക്കുന്ന ആ ആൾ റാങ്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. 48.5 ആണ്. ഡിസ്ക്രിപ്റ്റീവിന് 11 3.5 ഇന്റർവ്യൂവിനും വരുന്നത്. അപ്പം നമ്മൾ റാങ്ക് ലിസ്റ്റിന്റെ അവസാനം വന്ന ഒരു ആളുടെ മാർക്ക് പരിശോധിക്കുമ്പം ഏകദേശം ലാസ്റ്റ് വന്നിരിക്കുന്ന ആൾക്ക് 70 മാർക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 70 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ക്വസ്റ്റ്യൻ മീഡിയം എങ്ങനെയായിരിക്കും? ഇംഗ്ലീഷിലായിരിക്കും. ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാവിലെ നമുക്ക് എന്തുണ്ടാകും? ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാകും. ഇനി ആ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് ഏകദേശം എത്രയാണ്? 40% മാർക്ക് ഉണ്ടെങ്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് സെക്കൻഡ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവർ എന്ത് ചെയ്യുള്ളൂ? വാല്യൂ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒബ്ജക്റ്റീവിന് മിനിമം 40% ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ടിയറിലേക്ക് വരും. ഇനി അത് രണ്ടും കൂടി ഇതിന് എന്താണ്, നമുക്കൊരു 35% മാർക്ക് ഉണ്ടെങ്കിലാണ് ഇന്റർവ്യൂവിൽ എന്ത് ചെയ്യുന്നത്? നമ്മളെ വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ആ ഒരു എക്സാമിന്റെ രീതി പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാകും. 500 രൂപയായിരിക്കും എക്സാം ഫീസ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയട്ടെ, AZB അക്കാഡമി ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ SSCക്കും IB ലെവലിലും റെയിൽവേക്കും അതുപോലെ തന്നെ SSC CGL CHS തുടങ്ങിയ നമുക്കൊരു കാറ്റഗറി വിങ് തന്നെയുണ്ട്. അപ്പോൾ ആ കാറ്റഗറി വിങ് തന്നെയായിരിക്കും നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സിലബസ് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, PYQ ഡിസ്കഷൻസ് ഉണ്ടാകും. അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസ്സസ് നമുക്ക് SSC ലെവൽ ക്ലാസ്സസ് ആണ് ഹൈക്കോർട്ടിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് AZB അക്കാഡമിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ കോഴ്സസ്. നമ്മുടെ കോസ്റ്റ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 ആണ്. ഇപ്പം നിങ്ങൾക്ക് Tier 1, Tier 2, Tier 3 കൂടി നമ്മൾ 3500 പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എക്സാം കഴിയുന്ന ടൈം വരെ ഇന്റർവ്യൂ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അറിയാനും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.